തെലങ്കാനയിൽ മറ്റൊരു വാർത്ത കൂടി വരുന്നു. അവിടെ ഒന്നും മന്ത്രിസഭാ വികസനം ഉടനുണ്ടാകും. 4 പുതിയ മന്ത്രിമാരെ ഉൾപ്പെടുത്താനുള്ള നീക്കമുണ്ട്. നേതാക്കൾക്കിടയിൽ ഭിന്നത രൂക്ഷമായ സാഹചര്യത്തിലാണ് ഈ നീക്കം. മന്ത്രിയാക്കണമെന്ന് സ്പീക്കർ ഗദം പ്രസാദ് കുമാർ ആവശ്യപ്പെട്ട വാർത്ത കൂടി ഇതിനോടകം ചേർത്ത് വായിക്കണം. റഹീസിലേക്ക് ഒരിക്കൽ കൂടി. റഹീസ്, അപ്പോൾ അവിടെ മന്ത്രിസഭയിൽ ഒരു മന്ത്രിസഭാ പുനഃസംഘടന ഉണ്ടാകുന്നു. അതിന്റെ വിശദാംശങ്ങൾ എന്താണ്? പ്രജിൻ, കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഇവിടെ ഒരു മന്ത്രിസഭാ പുനഃസംഘടന ഉണ്ടാകണം എന്ന് നേതാക്കൾ ഒന്നടങ്കം ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അന്ന് തെരഞ്ഞെടുപ്പ് കഴിയട്ടെ, മന്ത്രിസഭ വികസിപ്പിക്കാമെന്നാണ് മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി പറഞ്ഞിരുന്നത്. പക്ഷേ ഇത്ര നാളായിട്ടും, അത് കഴിഞ്ഞൊരു വർഷം പിന്നിടുമ്പോഴും മന്ത്രിസഭ വികസിപ്പിച്ചിട്ടില്ല. ഇവിടെ 4 പുതിയ മന്ത്രിമാരെ കൂടി ഉൾപ്പെടുത്താൻ കഴിയും. 4 പുതിയ മന്ത്രിമാരെ കൂടി ഉൾപ്പെടുത്തിയാൽ അത്രയും എണ്ണം ബാക്കിയുണ്ട്. അപ്പോൾ അവിടേക്ക് ഓരോ നേതാക്കളും അവകാശവാദം ഉന്നയിച്ചു വരുന്നുണ്ട്. മാത്രമല്ല അത് വലിയ പോരിലേക്ക്, പ്രത്യക്ഷമായ പോരിലേക്കൊക്കെ സമീപകാലത്ത് നീങ്ങുകയും ചെയ്തിരുന്നു. പല നേതാക്കളും ഇത്തരത്തിൽ സ്വന്തം ഗ്രൂപ്പുകൾ ഉണ്ടാക്കുന്നു. ഒപ്പം തന്നെ അത്തരത്തിൽ കാര്യങ്ങൾ പോകുമ്പോഴാണ് ഇപ്പോൾ മന്ത്രിസഭാ വികസനം ഉടൻ തന്നെ ഉണ്ടാകുമെന്നറിയുന്നത്. ഇക്കാര്യവുമായി ബന്ധപ്പെട്ട AICC മുഖ്യമന്ത്രിക്ക് അതിന് അനുമതി നൽകുകയും ചെയ്തിട്ടുണ്ട്. പ്രജിൻ, ശരി, മുഹമ്മദ് റഹീസാണ് വിശദാംശങ്ങൾ നൽകിയത്.